സിൽവർ ലൈനു ബദലായി സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി പരിഗണനയിലുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ശ്രീധരൻ സമർപ്പിച്ച കത്ത് പരിശോധിക്കും. ശ്രീധരൻ ദില്ലിയിലെത്തി റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. അതേസമയം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ സിൽവർ ലൈൻ പദ്ധതി ചർച്ചയായില്ല. ശബരി റെയിൽപാത ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. കേരളവുമായി അല്ല, നമ്മളിന്ന് ബാക്കി മറ്റു കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. കേരളത്തിൻ്റെ ഒരാവശ്യം എന്ന രീതിയിൽ നമ്മൾ ഉന്നയിച്ചൊരു കാര്യമാണത്. അതുമായുള്ള തീരുമാനങ്ങൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്ത് അങ്കമാലി റെയിൽവേ പാതയുമായി ബന്ധപ്പെട്ട് രണ്ടാമത് 3, 4 പാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെയിൽവേ വളരെ വേഗത്തിൽ തന്നെ നടപടികൾ എടുക്കുന്നുണ്ട്. ഇനി മെട്രോ ശ്രീധരൻ സാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും. അതൊരു ചർച്ചയിലേക്ക് കടന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്കമാലി ശബരി പാത യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള കാര്യം. അതിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. നോബൽ ബാരിക്കാരനും വിവരങ്ങളുമായുണ്ട്. നോബൽ, ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന ചർച്ചയിൽ ഇപ്പോൾ സിൽവർ ലൈൻ ചർച്ചയായിട്ടില്ല എന്ന് തന്നെ ഉറപ്പിക്കുകയാണല്ലോ. ഇപ്പോൾ ശബരി പാതയുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണോ? സ്മൃതി, സർക്കാർ വ്യക്തമാക്കുന്നത് ഇപ്പോൾ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചർച്ചയിൽ ഈ സിൽവർ ലൈനോ അല്ലെങ്കിൽ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിട്ടില്ല. മറിച്ച് ശബരി പാതയുടെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രമാണ്. എത്രയും വേഗം ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കും. ജൂലൈയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർ കേരളത്തിൽ എത്തി ചർച്ചകൾ നടത്തും എന്നാണ് വ്യക്തമാക്കുന്നത്. സ്ഥലം ഏറ്റെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കി ശബരി പാത യാഥാർത്ഥ്യമാകും എന്നാണ് അപ്പോൾ വി അബ്ദുറഹ്മാൻ അടക്കം വ്യക്തമാക്കിയത്. അതേസമയം ഈ സെമി ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണുള്ളത്. കാരണം ഈ സിൽവർ ലൈന് ബദലായി ഇത്തരത്തിലൊരു പദ്ധതിയുടെ രൂപരേഖ നേരത്തെ തന്നെ ശ്രീധരൻ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ട്. ശ്രീധരൻ ദില്ലിയിൽ എത്തിക്കൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇതിൽ ചർച്ചകൾ നടത്തുകയും ചെയ്യും. അതിനുശേഷം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ ചർച്ചകൾ ഉണ്ടാകും എന്നാണ് സർക്കാരിനോട് അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സെമി ഹൈസ്പീഡ് ട്രെയിൻ പദ്ധതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ കേരളം, പ്രത്യേകിച്ച് സിൽവർ ലൈൻ നടക്കില്ലെങ്കിൽ അതിവേഗ റെയിൽ പദ്ധതി എന്താണ് കേരളത്തിൻ്റെ ഒരു ആവശ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മന്ത്രിയും അതോടൊപ്പം മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇത് പരസ്യമായി സമ്മതിക്കാൻ തയ്യാറല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരും കടക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ശ്രീധരൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദില്ലിയിൽ എത്തുകയും കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇതിലൊരു ധാരണയിലേക്ക് പോവുകയും ചെയ്യും. നിലവിലത്തെ റെയിൽപാതയിൽ 2 or 3 പുതിയ പാതകൾ കൂടി കൊണ്ടുവന്നുകൊണ്ട് റെയിൽവേ വികസനം എന്നതാണ് ഈ അതിവേഗ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ശ്രീധരൻ നൽകിയ പ്രപ്പോസൽ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ സിൽവർ ലൈൻ പ്രായോഗികമല്ല എന്നും തന്റെ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന് കൂടി ശ്രീധരൻ നേരത്തെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി, അതായത് ശ്രീധരന്റെ ആലോചനയിലുള്ളതിനാണ് കേന്ദ്രം പരിഗണന നൽകുന്നത് എന്നാണ് അപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതിന് കേന്ദ്രം തയ്യാറാകുമെന്നുള്ള സൂചനകളാണോ ഇപ്പോൾ ലഭിക്കുന്നത്? സ്മൃതി, അതിന് പൂർണ്ണമായും കേന്ദ്രം തയ്യാറായി എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടക്കേണ്ടിയിരിക്കുന്നു. ആ ചർച്ചകൾക്ക് ശ്രീധരൻ ദില്ലിയിൽ എത്തി കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് നമുക്ക് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നടക്കം ഇപ്പോൾ വിവരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, സിൽവർ ലൈൻ എന്ന പദ്ധതി യാഥാർത്ഥ്യമായില്ലെങ്കിൽ ഒരു അതിവേഗ പദ്ധതി വേണം എന്നൊരു ആവശ്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അതിവേഗ പദ്ധതി എന്ന് പറയുമ്പോൾ അത് ശ്രീധരൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ പദ്ധതിയായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതാണെങ്കിൽ ചർച്ചകൾ ആരംഭിക്കാൻ പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതാണെങ്കിൽ അദ്ദേഹം ദില്ലിയിൽ എത്തി കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരുമായി ആശയവിനിമയം നടത്തും എന്നാണ് ഇതിൽ പ്രധാനമായൊരു തീരുമാനമായി വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. രാവിലെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേരളത്തിലെ പ്രത്യേക പ്രതിനിധി KV തോമസായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് സിൽവർ ലൈൻ എന്നല്ല, അതിനപ്പുറം ഒരു അതിവേഗ റെയിൽ എന്താണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ ആവശ്യമുള്ളത്. അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നാണ് അദ്ദേഹവും വ്യക്തമാക്കിയത്. എന്താണെങ്കിലും ശ്രീധരന്റെ പ്രപ്പോസൽ ഇപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഉണ്ട്. അതിൽ ഒരുപക്ഷേ ചർച്ചകൾ നടക്കുകയും അതിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചർച്ചകൾ നടത്തി അത് യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതയും ഉണ്ട്. സ്മൃതി, നോബൽ ബാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.